ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും പാർട്ട്ണറൊക്കെ ആയിട്ട് നിങ്ങൾ ഗോവയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ അധികം ചിലവില്ലാതെ വരാൻ പറ്റുന്ന ഗോവ പോലത്തെ അടിപൊളി ഒരു ബീച്ച് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴ ജില്ലയിലെ മാലരി ബീച്ചിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാലരി ബീച്ചിനെ കുറിച്ചുള്ള കാഴ്ചകളാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കൂടണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും ചെയ്യരുതേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ആദ്യത്തെ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് തെങ്ങുകളും അതേപോലെ പൈൻ മരക്കാടുകളും കാറ്റാടി മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അധികം തിക്കും തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഞായറാഴ്ചകളിൽ അത്യാവശ്യം തിരക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന കസേരകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ഒരുപാട് വിദേശികളൊക്കെ വന്നു പോകുന്ന അത്യാവശ്യം നല്ല വൈബ് അടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണിത്. ഐസിടാത്ത കണ്ണ് ചുമക്കാത്ത മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനൊരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ പച്ച മീൻ ദേ കയ്യോടെ കൊണ്ടുപോകാം. ഇവിടെ മീൻ കഴിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മീനും കൊടുക്കാറുണ്ട് കേട്ടോ. വിദേശികൾ വന്നു പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിസോർട്ടുകളും ഇവിടെ ഉണ്ടാവാറുണ്ട്. കുറച്ചും കൂടി ഒന്ന് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഫുട്ബോൾ കളിക്കാനും ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ എനിക്കിതേ സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒട്ടുമുക്ക ദിവസങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ കുറേ സൺസെറ്റ് കണ്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരാനും മറക്കരുത് കേട്ടോ. മരങ്ങൾക്കിടയിലൂടെ മന്ദം നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകളിൽ പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സാധനം. ഇത് പണ്ട് ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ബോട്ടിൽ ആർട്ടേ. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ചും കൂടി ഒന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഇരുട്ടി തുടങ്ങി. അവർ ലൈറ്റിങ് ഇട്ടിട്ടുമുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. ഒന്ന് ഇരുട്ടി തുടങ്ങിയപ്പോൾ നിങ്ങൾ ബീച്ചിൽ ആരും ഉണ്ടാവില്ല അങ്ങനെയല്ലേ വിചാരിച്ചത്? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വൈകുന്നേര സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവാറുള്ളത്. കാരണം ഒന്നല്ല, ഈ ലൈറ്റിൻ്റെ അടിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേറൊരു വൈബ് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പാർട്ട്ണറായിട്ടോ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ പടം വരച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഇത് കണ്ടോ ഓല മേഞ്ഞിട്ടുള്ള കടകളും പടങ്ങളും ലൈറ്റും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. താൽക്കാലികമായി മാലിക്കുളം ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയൊന്നല്ല, ഒരുപാടുണ്ട്. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടും വീണ്ടും വരാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇനി അത് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.